ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുബീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പീച്ചിങ്ങ തോരൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്ക് കാണാം ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന്. അപ്പം എല്ലാവർക്കും വെൽക്കം ടു ജുബീസ് ഫുഡ് ലാബ്. പീച്ചിങ്ങ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും മുമ്പ് ഞാനിവിടെ ഒരു പീച്ചിങ്ങ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു പീലറും എടുത്തിട്ടുണ്ട്. പീച്ചിങ്ങേൻ്റെ ഈ മൊന ഉള്ള പാർട്ടുണ്ടാവില്ലേ, അതാണ് ഞാൻ ഏറ്റവും മുമ്പ് എടുത്ത് കളയണത്. നിങ്ങളുടെ കയ്യിലുള്ള പീച്ചിങ്ങ മൂത്ത പീച്ചിങ്ങ ആണെങ്കിൽ ഫുൾ ഇതിൻ്റെ പച്ചഭാഗം നമ്മൾ എടുത്ത് കളയണം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് അത്ര മൂത്ത പീച്ചിങ്ങ അല്ലാത്ത കാരണത്തുകൊണ്ട് മൊന ഉള്ള പാർട്ട് മാത്രമാണ് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് പകുതിയാക്കി കട്ടാക്കാം. പിന്നെ നമുക്ക് ഇത് നടുവിൽ നിന്ന് കട്ടാക്കി ഹാഫാക്കി ഇതിനെ നീളത്തിൽ സ്ലൈസസിൽ കട്ടാക്കാം. ഇനിയിപ്പം ഞാനിതിനെ ചെറിയ ചെറിയ പീസസിലാണ് കട്ടാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു സൈസിൽ വേണം നമ്മൾ കട്ടാക്കി എടുക്കാൻ വേണ്ടി. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ഡൗട്ട് ഉണ്ടാവും ഇതിനെ എങ്ങനെയാണ് കട്ടാക്കി എടുക്കുക അല്ലെങ്കിൽ ക്ലീൻ ആക്കി എടുക്കുക എന്ന്. ആ കാരണത്തുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. ഇനിയിപ്പം നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏറ്റവും മുമ്പ് ഞാനിതിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കടുക്. 1 ടീസ്പൂൺ കടുകാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവേൻ്റെ കളർ ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മളുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. ഉഴുന്ന് പരിപ്പിൻ്റെ കളറ് ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇവിടെ കട്ടാക്കി വെച്ചിരിക്കുന്നത് ചെറുതാക്കി കട്ടാക്കി വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ഉള്ളിയാണ് ചെറുതാക്കി കട്ടാക്കി എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിൻ്റെ കളർ ഒരു പിങ്ക് കളർ, ഒരു ട്രാൻസ്ലൂസൻറ്റ് കളർ ആവണ വരെ ഇത് വഴറ്റി കൊടുക്കാം. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഒരു പിങ്ക് കളർ ആയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഉള്ളിൻ്റെ കളർ ഒരുവിധം പിങ്ക് കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി, ഞാനിവിടെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇഞ്ചിയും ഞാനിവിടെ ചെറുതാക്കിയിട്ടാണ് കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും പച്ച ടേസ്റ്റ് പോണ വരെ നമുക്ക് ഇത് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളക്. 4 പച്ചമുളക് ഞാൻ നീളത്തിൽ കട്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പച്ചമുളക് ചേർക്കുമ്പോൾ എപ്പോഴും നീളത്തിൽ കട്ടാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ വട്ടത്തിൽ കട്ടാക്കിയിട്ട് ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർ ആ പച്ചമുളക് കടിക്കും. ആ കാരണത്തുകൊണ്ട് നീളത്തിൽ വേണം കട്ടാക്കി ഇടാൻ വേണ്ടി. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ കട്ടാക്കി വെച്ചിരിക്കുന്ന പീച്ചിങ്ങ അത് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 കപ്പ് ചെറുകിയ തേങ്ങ, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തോരൻ റെഡിയാവും.
ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരിക്കൽ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീച്ചിങ്ങ തോരൻ റെഡിയാവും. ഇതിലേക്ക് ഞാൻ ലാസ്റ്റിലാണ് ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതിൽ ആദ്യമേ തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് വെള്ളം ഇറങ്ങണ പോലെ ഫീൽ ആയിട്ടുണ്ട്. ആ കാരണത്തോണ്ടാണ് ഞാൻ എപ്പോഴും തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പീച്ചിങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കൂടെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.